ഹലോ ഗൈസ്, വെൽക്കം ടു വാക്ക് വിത്ത് വിൻ യൂട്യൂബ് ചാനൽ. കുറച്ചധികം ഷോർട്ട് വീഡിയോസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് വീണ്ടും ലോങ് സ്റ്റോറീസ്. ലോങ് വീഡിയോസിന് വോയിസ് ഓവർ കൊടുത്തതൊന്ന് സെറ്റാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സമയം വേണ്ടതുകൊണ്ട് തന്നെ എനിക്കധികം നടക്കാറില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എനിക്കതിനുള്ള ടൈമും കിട്ടിയില്ല, പിന്നെ നല്ല മടിയും പിടിച്ചു. ഇതിപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, ഒരു തിരുവനന്തപുരം തീവണ്ടി യാത്രയ്ക്ക് പോവുകയാണ്. സേർക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കുചുക്കുയിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് രാവിലെ ഒരു 4 മണിക്കായിരുന്നു ട്രെയിൻ. പക്ഷേ നല്ല ലേറ്റായിരുന്നു, 4:30 ട്രെയിൻ വന്നത്. കട്ട പോസ്റ്റായി എന്ന് വെച്ചാൽ പോലും എങ്ങനെ ഇരിക്കും ഈ തീവണ്ടി യാത്ര സേർക്കുട്ടിക്ക് എന്ന് വിചാരിച്ചിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കുറച്ചധികം. പിന്നെ 4 മണി ആ സമയമായതുകൊണ്ട് തന്നെ സേർക്കുട്ടി നല്ലോണം ക്ഷീണിച്ച് ഉറങ്ങാനുള്ള മൂഡ് ഫുള്ള് സെറ്റായി ഇരിക്കുക. അങ്ങനെ രാത്രി വേറെ ഒരു ശല്യമില്ലാണ്ട് സേർക്കുട്ടിയും ഉറങ്ങി. അങ്ങനെ രാവിലെ ആയി. സേർക്കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ കുത്തിപ്പൊക്കിയതാണ്. പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അന്ന് രാത്രി ഒതുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കയറി കിടക്കലും ഉറങ്ങലും ഒക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ AC ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. AC കമ്പാർട്ട്മെൻറ്റിൽ അധികാരം കയറില്ലല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ വേറെ ഒരു ഇഷ്യൂസും നമുക്കുണ്ടായിരുന്നില്ല. എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ കിടന്ന് ഓളിയിടോ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുൾ സെറ്റായിരുന്നു. അങ്ങനെ പിന്നെ AC കമ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോയാണല്ലോ. അതുകൊണ്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് 2 പേർക്കും അവിടെയാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് ആരുടെ അടുത്തും കാലൊന്നും പിടിക്കേണ്ടി വന്നില്ല, സെറ്റായിരുന്നു. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ ഈ AC ബുക്ക് ചെയ്ത് അങ്ങനെ പോണത്. നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കാലൊക്കെ വെച്ച് ഈ വിൻഡോൻ്റെ അവിടെ ബുക്ക് വായിക്കണത്, ചായ കുടിക്കണത്, അങ്ങനത്തെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാലും ഇത് ഞങ്ങൾക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളെപ്പോഴും നമുക്കൊരു ട്രിപ്പ് പോകുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടണമെന്നാണല്ലോ നമുക്ക് എപ്പോഴും ഉള്ളൊരു ആഗ്രഹം. അത് ബസ്സിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കാറിൽ ഒരു തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ പോലും വിൻഡോ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ അതൊരു സെറ്റാണ്, അതൊരു വേറെ വൈബാണ്. അപ്പോൾ വിൻഡോ സീറ്റിൽ ഞങ്ങൾ 2 പേരും നല്ല തൃപ്തരായിരുന്നു. പിന്നെ സേർക്കുട്ടിക്കും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു തോന്നുന്നു. സേർക്കുട്ടീനെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ തട്ടുണ്ടെന്ന് വെച്ചാലും ഞാൻ നൈസായിട്ട് ഇങ്ങനെ ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഡാഡിയാണ് കാറിൽ കൊണ്ടാക്കി തന്നതെന്ന് വെച്ചാൽ പോലും ഞങ്ങൾ 2 ആളും ഒതുക്കലും ഇതൊക്കെയായിട്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ ട്രെയിൻ മിസ്സാവും, പിന്നെ ട്രിപ്പ് മുടങ്ങും, പിന്നെ ആൾക്ക് ഷോക്കാവും. അതുകൊണ്ട് തന്നെ ഉറങ്ങിയില്ല. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. പിന്നെ സേർക്കുട്ടിക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാം. അധികം ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. എന്ന് വെച്ചാൽ എനിക്ക് പഴംപൊരി കണ്ടപ്പോൾ നൈസായിട്ടൊരു ഇൻട്രസ്റ്റ് വന്നു രാവിലത്തെ ഒരു ടൈം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 2 പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേന്ത്രപ്പഴം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പുറത്ത് നോക്കിയിരുന്ന് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വീഡിയോസ് എടുത്ത് അങ്ങനെ ഇപ്പം എത്തും, നമ്മളെത്താറായി. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലായിരുന്നു. ഇങ്ങനത്തെ വെള്ളം വരുന്ന സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. അതിപ്പോൾ ഇപ്പോഴങ്ങനെയാണ്, എന്നാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞത് ഇപ്പോൾ എത്താനൊരു ഏകദേശം 1 മണിക്കൂറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റ് ചെയ്ത് പൊട്ടിക്കെട്ട് വന്നു കേട്ടോ. പിന്നെ ഫുള്ള് ഷോഫായിരുന്നു വീഡിയോ എടുക്കണേൻ്റെ. സേർക്കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കൽ, ഇത് കാണിച്ചു കൊടുക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ജേണി ആയിരുന്നു. ഒരു നല്ല തീവണ്ടി യാത്ര തന്നെയായിരുന്നു. സേർക്കുട്ടിയുടെ ഭാഷയിൽ തീവണ്ടിയിൽ കയറാൻ പോവുക എപ്പോഴും പറയും. കാരണം ഞങ്ങളുടെ വീട് ഉല്ലൂരാണ്, ഉല്ലൂരിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ. അപ്പോൾ ഡാഡി സേർക്കുട്ടീനെ എപ്പോഴും തീവണ്ടി കാണാൻ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ കാറിൽ പോവാണെങ്കിൽ തന്നെ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് വെച്ചാൽ കൂടി ഞങ്ങളവിടെ നിർത്തിയിട്ട് ഗേറ്റ് തുറക്കണത് വെയിറ്റ് ചെയ്ത് തീവണ്ടി കണ്ടിട്ടേ പോവും. പിന്നെ എനിക്കും ഓൾറെഡി ഇഷ്ടമാണ് ഹെലികോപ്റ്ററും അതുപോലെ പ്ലെയിനും തീവണ്ടിയും ഒക്കെ പോണത് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ സേർക്കുട്ടീനെ ഹെലികോപ്റ്ററാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വാരിയെടുത്ത് ഓടി പോയി നോക്കി നിൽക്കും. ഇപ്പം അങ്ങനെ ചെയ്ത് ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് വരുന്ന കേട്ടാൽ തന്നെ സേർക്കുട്ടി തന്നെ ഗേറ്റ് തുറന്ന് ഓടി തുടങ്ങുന്ന അവസ്ഥയായി. ഇതൊക്കെ ഇപ്പോൾ പക്ഷെ നിങ്ങളുടെ അടുത്ത് എന്തിനാ പറഞ്ഞതല്ല, ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോൾ പുറത്ത് പോയി ഒരു ഊബർ പിടിച്ച് ഡിവോൻ ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്.
ഇനി കുറച്ചധികം ദിവസം തിരുവനന്തപുരം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഷോർട്ട് വീഡിയോസ് കുറച്ചധികം കുറവായതുകൊണ്ട് തന്നെ ഇനി ലോങ് വീഡിയോസിൽ ഒന്ന് പിടിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. പക്ഷേ എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ പിടിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഇറങ്ങി കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നതിന് ശേഷം ഊബർ പിടിച്ച് പോവുകയാണ് കേട്ടോ നല്ലത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഓട്ടോയിൽ ഭയങ്കര പൈസയാണ്. ഈ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ ഊബറാണ്. അതുകൊണ്ട് തന്നെ പൈസ നല്ലോണം ലാഭിക്കാനും നമുക്ക് പറ്റും. എൻ്റെ വോയിസ് നല്ലോണം ശോകമാണ്, എക്സ്ട്രാ ബാസാണ്. ഓൾറെഡി എൻ്റെ സൗണ്ട് ബാസുള്ള സൗണ്ടാണ്. ഇപ്പം എനിക്ക് നൈസായിട്ടൊരു കോൾഡ് പിടിച്ചേക്കാണ്. പക്ഷേ എനിക്ക് ഇന്ന് നല്ലോണം ഫ്രീ ആയതുകൊണ്ടാണ് ഇതിന് വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്